ഹായ് ഫ്രണ്ട്സ്, നമ്മളെല്ലാവരും യൂട്യൂബിലെ വീഡിയോസുകൾ കാണുന്നവരാണ്. ചിലപ്പോൾ ഈ വീഡിയോ നിങ്ങൾ യൂട്യൂബിൽ തന്നെയായിരിക്കും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടാകുക. നമ്മളിങ്ങനെ കാണുന്ന വീഡിയോസുകൾ യൂട്യൂബിന്റെ വാച്ച് ഹിസ്റ്ററിയിൽ സേവ് ആയി കിടക്കുന്നുണ്ടാകും. നമുക്ക് ആ ഒരു വാച്ച് ഹിസ്റ്ററി എടുത്തുകൊണ്ട് യൂട്യൂബിൽ കണ്ട വീഡിയോസുകൾ വീണ്ടും വീണ്ടും കാണാനും സാധിക്കും. ഇനി ആ ഒരു വാച്ച് ഹിസ്റ്ററിയിൽ ആ ഒരു വീഡിയോ വേണ്ട എങ്കിൽ അവിടെ നിന്ന് തന്നെ അത് ക്ലിയർ ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. പക്ഷെ ഒരിക്കലും തന്നെ യൂട്യൂബിന്റെ വാച്ച് ഹിസ്റ്ററിയിൽ നിന്നും ഇത് പെർമനന്റ് ആയിട്ട് ക്ലിയർ ആയി പോകുന്നില്ല. ചിലപ്പോൾ നിങ്ങൾ നല്ല നല്ല വീഡിയോസുകൾ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് കാണുന്നവരായിരിക്കും. നല്ല നല്ല വീഡിയോസുകൾ എന്ന് ഞാൻ ഉദ്ദേശിച്ചത് അത് തന്നെ. അപ്പൊ അങ്ങനെയുള്ള വീഡിയോസുകൾ നിങ്ങൾ കാണുന്നവരാണെങ്കിൽ ഈ ഒരു വാച്ച് ഹിസ്റ്ററി എടുത്തിട്ട് ഇതുപോലെ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും ധരിക്കരുത് ഇത് വാച്ച് ഹിസ്റ്ററിയിൽ നിന്നും പെർമനന്റ് ആയിട്ട് ക്ലിയർ ആയിട്ടുണ്ട് എന്ന്. അപ്പോൾ അതിൽ തന്നെ മറ്റൊരു ഓപ്ഷനും കൂടിയുണ്ട്. ആ ഒരു ഓപ്ഷനും കൂടി നിങ്ങൾ മനസ്സിലാക്കി വെക്കുന്നത് വളരെയധികം നല്ലതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ എങ്ങനെയാണ് വാച്ച് ഹിസ്റ്ററിയിൽ നിന്നും പെർമനന്റ് ആയിട്ട് ഇത് ക്ലിയർ ചെയ്യുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക, എന്നിട്ട് നിങ്ങൾ അഭിപ്രായം അറിയിക്കുക. ഇതുപോലുള്ള ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോകൾ ദിവസം നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ഈ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. നമ്മൾ സാധാരണ യൂട്യൂബ് തുറന്നിട്ട് വലതുവശത്ത് താഴെ കാണുന്ന പ്രൊഫൈൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ തന്നെ ഹിസ്റ്ററി എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. അവിടെ തന്നെ വ്യൂ ഓൾ എന്ന ഓപ്ഷൻ ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുവരെയായിട്ടും നമ്മൾ കണ്ടിട്ടുള്ള എല്ലാ വീഡിയോസും ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ നിന്ന് തന്നെ നമുക്ക് വീണ്ടും വീണ്ടും കാണാൻ സാധിക്കും. ഇനി ആ ഒരു വാച്ച് ഹിസ്റ്ററി വേണ്ട എങ്കിൽ ഇവിടെ നിന്ന് തന്നെ നമുക്കത് ക്ലിയർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ തന്നെ റിമൂവ് ഫ്രം വാച്ച് ഹിസ്റ്ററി എന്ന ഓപ്ഷൻ ഉണ്ട്. അതിലൂടെ നമുക്ക് ക്ലിയർ ചെയ്യാൻ സാധിക്കും. പക്ഷേ ഒരിക്കലും തന്നെ വാച്ച് ഹിസ്റ്ററി യൂട്യൂബിൽ നിന്നും പെർമനന്റ് ആയിട്ട് ഡിലീറ്റ് ആകുന്നില്ല. അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ തന്നെ നമ്മുടെ ആ ഒരു പ്രൊഫൈൽ ഐക്കൺ ഉണ്ടല്ലോ, അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് ഏറ്റവും മുകളിൽ വലതുവശത്ത് ഒരു സെറ്റിംഗ്സിൻ്റെ ഗിയർ ചിഹ്നം കാണാം, അവിടെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് കുറച്ച് താഴേക്ക് വരാം. ഇവിടെ നിങ്ങൾക്ക് ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും യുവർ ഡാറ്റ ഇൻ യൂട്യൂബ് എന്ന ഓപ്ഷൻ, അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഒരു പേജ് ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ തന്നെ വിശദമായിട്ട് എല്ലാ കാര്യങ്ങളും എഴുതിയിട്ടുണ്ടാകും. നമുക്ക് കുറച്ച് താഴേക്ക് വരാം. കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇത് പെർമനന്റ് ആയിട്ട് ഡിലീറ്റ് ചെയ്യേണ്ട ഓപ്ഷൻ ഉണ്ട്. ഇവിടെ ഒരുപാട് ഓപ്ഷനുകൾ ഉണ്ട് കേട്ടോ, ഞാൻ അതിനെക്കുറിച്ചൊന്നും വിശദീകരിക്കുന്നില്ല. നമുക്ക് കുറച്ച് താഴേക്ക് വരാം. ഇവിടെ യൂട്യൂബ് വാച്ച് ഹിസ്റ്ററി ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ബ്ലൂ കളറിൽ എഴുതിയായി കാണാൻ സാധിക്കും മാനേജ് യുവർ യൂട്യൂബ് വാച്ച് ഹിസ്റ്ററി. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ഇതുവരെ കണ്ടിട്ടുള്ള എല്ലാ വാച്ച് ഹിസ്റ്ററികളും ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഓക്കെ, കണ്ടോ, വാച്ച് ഹിസ്റ്ററി മൊത്തം ഇവിടെ കിടക്കുന്നുണ്ട്. നേരത്തെ കണ്ട ആ വാച്ച് ഹിസ്റ്ററിയിൽ നിന്നും ക്ലിയർ ചെയ്താലും ഇവിടെ നിന്നും അത് ഒരിക്കലും പോകില്ല. അപ്പോൾ നമുക്ക് പെർമനന്റ് ആയിട്ട് ഡിലീറ്റ് ചെയ്യാൻ ഇവിടെ നിന്നാണ് സാധിക്കുക. ഇവിടെ ഏറ്റവും മുകളിൽ ഡിലീറ്റ് എന്ന ഒരു ബ്ലൂ കളറിൽ എഴുത്ത് കാണാം. അവിടെ ഒരു ആരോ മാർക്ക് ഉണ്ട്. അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏത് രൂപത്തിലാണ് നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യേണ്ടത്, ഡിലീറ്റ് ടുഡേ ഇന്ന് കണ്ട വാച്ച് ഹിസ്റ്ററി ആണോ, അല്ലെങ്കിൽ ഡിലീറ്റ് കസ്റ്റം റേഞ്ച്, അങ്ങനെ ഒരു കസ്റ്റം റേഞ്ചിലുള്ള ഒരു വീഡിയോ ആണോ, അല്ലെങ്കിൽ ഡിലീറ്റ് ഓൾ ടൈം മൊത്തത്തിലാണോ. ഞാനിപ്പോൾ ഡിലീറ്റ് ഓൾ ടൈം എന്ന ഭാഗം തിരഞ്ഞെടുത്തിട്ടുണ്ട്. മൊത്തം വീഡിയോസുകൾ ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും. ഇവിടെ ഡിലീറ്റിംഗ് നൗ എന്ന ഭാഗത്ത് എഴുതിയതായിട്ട് നിങ്ങൾ കാണാൻ സാധിക്കും. യുവർ സെലക്റ്റഡ് യൂട്യൂബ് ആക്ടിവിറ്റി വിൽ ബി പെർമനന്റ്ലി ഡിലീറ്റഡ് എന്നിവിടെ എഴുതിയിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, അതിൻ്റെ ഒരു എക്സാമ്പിളും നമുക്കിവിടെ കാണിച്ചു തരുന്നുണ്ട്. ഓക്കെ, ഇവിടെ താഴെ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ മൊത്തം വീഡിയോ കാണാൻ സാധിക്കും. പ്രീവ്യൂ നൗ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ വീഡിയോസും ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഓക്കെ, ഇവിടെ നിന്നാണ് നമുക്ക് പെർമനന്റ് ആയിട്ട് ഡിലീറ്റ് ചെയ്യാൻ സാധിക്കുക. ഇവിടെ ഡിലീറ്റ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് മൊത്തത്തിൽ നമുക്ക് ഇവിടെ നിന്ന് ക്ലിയർ ചെയ്യാൻ സാധിക്കും. അതായത് പെർമനന്റ് ആയിട്ട് നമുക്ക് ഈ ഒരു വാച്ച് ഹിസ്റ്ററി ക്ലിയർ ചെയ്യാൻ സാധിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റിൽ അറിയിക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വിഷയവുമായി അടുത്ത ദിവസത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.